സംസ്ഥാന സർക്കാരിന് കടമെടുക്കാൻ കേന്ദ്രാനുമതി 18,253 കോടിക്കാണ് അനുമതി നൽകിയത്. നേരത്തെ നൽകിയ 3000 കോടിക്ക് പുറമെയാണിത്. ഉദ്യോഗസ്ഥരുടെ ശമ്പളവും ക്ഷേമ പെൻഷനും അടക്കം മുടങ്ങിയ സാഹചര്യത്തിൽ കേന്ദ്ര സഹായം സർക്കാരിന് ആശ്വാസമാണ്. വിവരങ്ങളുമായി പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുകയാണ്. പ്രശാന്ത്, വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് കേരളം കടന്നു പോകുന്നത്. ഇവിടെ ഈ കേന്ദ്ര സർക്കാരിൻ്റെ ഒരു കൈത്താങ്ങ്, അതുകൊണ്ട് തന്നെ വലിയ ആശ്വാസമാണ് സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം, അല്ലേ? കെ പി, തീർച്ചയായും നേരത്തെ അനുവദിച്ച 3000 കോടിക്ക് പുറമെയാണ് ഇപ്പോൾ വീണ്ടും കേന്ദ്ര സർക്കാരിൻ്റെ തുക അനുവദിച്ചിരിക്കുന്നത്. അതായത് നിലവിൽ ഇപ്പോൾ അനുവദിച്ചിരിക്കുന്നത് 12,253 കോടി രൂപയാണ് നിലവിൽ വീണ്ടും സഹായമായിട്ട് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗമായിട്ട് തുക അനുവദിച്ചിരിക്കുന്നത്. ഇതാണ് നേരത്തെ അനുവദിച്ച 3000 കോടിക്ക് പുറമെ അനുവദിച്ചിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ ക്ഷേമ പെൻഷൻ അടക്കമുള്ളവ മുടങ്ങിക്കിടക്കുന്ന സാഹചര്യമുണ്ട്. ഇതെല്ലാം കൊടുക്കുവാൻ ഈ തുക ഉപകരിക്കുമെന്നാണ് നമുക്ക് വിലയിരുത്തലുള്ളത്. നമുക്കറിയാം, സാമ്പത്തികമായിട്ട് വലിയ പ്രതിസന്ധിയാണ് സംസ്ഥാന സർക്കാർ നേരിടുന്നത്. ഈ സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് സഹായം എന്നുള്ളതും ശ്രദ്ധേയമാണ്. നേരത്തെ തന്നെ ഇത്തരത്തിൽ നിലവിൽ ഈ നേരത്തെ അനുവദിച്ച 3000 അതുപോലെ തന്നെ ഇപ്പം അനുവദിച്ച 18,000 കോടി കൂടി ചേർത്ത് ഏകദേശം 21,253 കോടി രൂപയാണ് നിലവിൽ കടമെടുക്കാനുള്ള പരിധിയായിട്ട് സർക്കാരിൻ്റെ ഭാഗത്തുണ്ടായിരിക്കുന്നത്. ഇത്തരത്തിലൊരു നിലവിൽ സാമ്പത്തികമായിട്ട് പ്രതിസന്ധിയിലാണ് സർക്കാർ എന്നാണ് തന്നെയാണ് സംസ്ഥാന സർക്കാർ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ആശ്വാസമാകും ഇത്തരത്തിലുള്ളൊരു കേന്ദ്ര സർക്കാരിൻ്റെ ഈ സഹായം എന്നതിൽ തർക്കമില്ല. മാത്രമല്ല, നേരത്തെ പലതവണ ഇതുമായി ബന്ധപ്പെട്ട് ഈ പെൻഷനടക്കം മുടങ്ങിക്കിടക്കുന്ന സാഹചര്യമുണ്ട്. അതുപോലെ തന്നെ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ശമ്പളം നൽകിയിട്ടില്ല. മാത്രമല്ല, ഈ വിരമിക്കുന്ന കൂട്ടമായിട്ട് ഈ വർഷം മാസം അവസാനത്തിലെ 16,000-ലധികം സർക്കാർ ഉദ്യോഗസ്ഥരാണ് വിരമിക്കുന്നത്. ഇവർക്ക് വിരമിക്കൽ ആനുകൂല്യം അടക്കം നൽകേണ്ടതുണ്ട്. ഇത്തരമൊരു സാഹചര്യത്തിലാണ് ഈ കേന്ദ്ര സർക്കാരിൻ്റെ ഈ ആനുകൂല്യം എന്നതും ശ്രദ്ധേയമാണ്. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് കടമെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ ഒരു കത്ത് നൽകുകയും ചെയ്തിരുന്നു. അതിനുശേഷമാണ് ഇത്തരത്തിലൊരു അനുമതി നൽകിയിരിക്കുന്നത്. കെ പി, ഇവിടെ പ്രശാന്ത്, ഈ കേന്ദ്ര സർക്കാരിനെ പഠിച്ചായിരുന്നൊരു സമീപനമാണ് സംസ്ഥാന സർക്കാർ ആവർത്തിച്ചു കൊടുത്തത്. അത് എല്ലാ കാലത്തും അങ്ങനെ തന്നെയാണ്. ഇവിടെ സംസ്ഥാന സർക്കാരിൻ്റെ ധൂർത്ത് ഒരു ഭാഗത്ത് തുടരുമ്പോഴാണ് പണം നൽകുന്നില്ല എന്നുള്ള പല്ലവി സംസ്ഥാന സർക്കാർ, പിണറായി സർക്കാർ ആവർത്തിക്കുന്നത്. അവിടെ കേന്ദ്രമന്ത്രി നിർമ്മലാ സീതാരാമനടക്കം കൃത്യമായ രീതിയിൽ ജനം ടി വിയോടക്കം വ്യക്തമാക്കിയൊരു കാര്യമുണ്ട്. കാരണം എല്ലാ സംസ്ഥാനങ്ങൾക്കും നൽകുന്ന വിഹിതം ഈ കേരളത്തിന് നൽകുന്നുണ്ട്. കേരള സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം കേന്ദ്ര സർക്കാരിന് യാതൊരു പക്ഷപാതിത്വമില്ല, യാതൊരു വിരോധവുമില്ല. എല്ലാ സംസ്ഥാനങ്ങളോടും ഏത് തരത്തിലാണോ സമീപനം, ആ സമീപനം തന്നെയാണ് കേരളത്തിലുള്ളത്. പക്ഷേ ഓരോ സംസ്ഥാനങ്ങൾക്കും അതിൻ്റേതായ വിഹിതം കൃത്യമായി ഉണ്ട്. ഒപ്പം മന്ത്രിയടക്കം സൂചിപ്പിച്ചൊരു കാര്യമുണ്ട്, സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നതും സംസ്ഥാന സർക്കാരിൻ്റെ പിടിപ്പുകേട് കൊണ്ടാണ്. ധൂർത്തിന് ഒരു പഞ്ഞവുമില്ലല്ലോ എന്നുള്ള ചോദ്യം പൊതുസമൂഹത്തിൻ്റെ ഇടയിൽ പോലും ഉയരുന്നുണ്ട്. അവിടെയാണ് കേന്ദ്ര സർക്കാരിൻ്റെ കൃത്യമായ രീതിയിലുള്ള ഒരു നിയന്ത്രണം ഉണ്ടായിരുന്നത്. ആ നിയന്ത്രണത്തെയാണ് പണം നൽകുന്നില്ല എന്നുള്ള വ്യാഖ്യാനത്തിലേക്ക് ഇടതുപക്ഷ സർക്കാർ കൊണ്ടുവന്നത്. എങ്കിലും സംസ്ഥാനം അത്രത്തോളം ഉഴലുമ്പോൾ, അത്രത്തോളം പ്രതിസന്ധിയിലാകുമ്പോൾ കൃത്യമായ രീതിയിലുള്ള ഒരു സഹായം ആ സമയത്ത് തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ലഭ്യമായിട്ടുണ്ട്, ലഭ്യമാകുന്നു എന്ന് വേണം നമുക്ക് പറയാനല്ലേ? തീർച്ചയായും നമുക്കറിയാം, ഈ സംസ്ഥാന സർക്കാരിൻ്റെ പിടിപ്പുകേടെന്ന് പറയുന്നത് നമുക്ക് അറിയാം. അതായത് ദുർവ്യയം എന്ന് പറഞ്ഞാൽ അതിൽ സഹിക്കാൻ കഴിയാത്ത ദുർവ്യയമാണ് സംസ്ഥാന സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ അടുത്ത സമയത്ത് മുഖ്യമന്ത്രി അടക്കം യാത്ര ചെയ്തതിൻ്റെ പോലും ചിലവിനെ കുറിച്ച്, അല്ലെങ്കിൽ ചിലവ് എത്രയാണെന്ന് പോലും സംസ്ഥാന സർക്കാർ വ്യക്തമാക്കാത്ത സാഹചര്യമുണ്ട്. മാത്രമല്ല, മന്ത്രിമാരടക്കം നടത്തുന്ന അമിത ചിലവ്, ഇതെല്ലാം ആണ് സംസ്ഥാനത്തെ. ഈ മുഖ്യമന്ത്രി പോകുന്നു, മന്ത്രി മരുമകനായ റിയാസ് പോകുന്നു, ഇപ്പോൾ ഒരു MP രാജേഷും യൂറോപ്യൻ ട്രിപ്പിലേക്ക് പോവുകയാണ്. തീർച്ചയായും ഇത്തരം പ്രതിസന്ധി നിലനിൽക്കുമ്പോഴാണ് ഇവരുടെ വിദേശയാത്ര എന്നതും ആണ് എടുത്തു പറയേണ്ടത്. ഇത്തരത്തിൽ അനാവശ്യമായ യാത്രകളും അതുപോലെ തന്നെ മറ്റ് ചിലവുകളുമാണ് സംസ്ഥാന സർക്കാരിനെ സാമ്പത്തികമായിട്ട് പിന്നോട്ടടിക്കുകയും ഇത്തരത്തിൽ കടക്കണിയിലേക്ക് തള്ളിവിടുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുള്ളത്. നേരത്തെയും, അതായത് കഴിഞ്ഞ സാമ്പത്തിക വർഷവും സംസ്ഥാനത്തിന് കേന്ദ്ര സർക്കാർ അനുവദിക്കുന്ന തുക അത് അനുവദിച്ചിരുന്നു. അതിൽ കൂടാതെയുള്ള തുക അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു ഇവർ സുപ്രീം കോടതി അടക്കം സമീപിക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായത്. അതിന് പിന്നാലെയാണ് പിന്നീടും അധിക
സാമ്പത്തിക സഹായം എന്ന നിലയിൽ സംസ്ഥാന സർക്കാർ അധികമായ സാമ്പത്തിക സഹായം നൽകുകയും ചെയ്തു. അതേ തുടർന്നാണ് ഈ സാമ്പത്തിക വർഷത്തിലെ തുകയായ 18,000 കോടി രൂപ വീണ്ടും അനുവദിക്കുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. ഇനി ഇത് ഈ മാസം, അതായത് ഈ ഡിസംബർ വരെയുള്ള കാലയളവിൽ ഇനിയും തുക ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെതായ നടപടിക്രമങ്ങളിലേക്ക് സർക്കാർ കടക്കുമെന്നും അറിയുന്നുണ്ട്. എന്തായാലും നിലവിൽ ഇത്തരത്തിൽ അനുവദിച്ചിരിക്കുന്ന തുക ഒരു ആശ്വാസമാകുമെന്ന് പറയുന്നതിൽ ആണ് നമുക്ക് പറയേണ്ടിയിരിക്കുന്നത്. വലിയ ബുദ്ധിമുട്ടാണ്, സാമ്പത്തിക പ്രതിസന്ധിയാണെന്നാണ് സർക്കാർ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ക്ഷേമ പെൻഷൻ അടക്കം മുടങ്ങിക്കിടക്കുന്ന സാഹചര്യത്തിൽ അത് ജനങ്ങളിലേക്ക് എത്തിക്കുവാനും അതുപോലെ തന്നെ സർക്കാർ ഉദ്യോഗസ്ഥരുടെ ശമ്പളം അടക്കമുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ നിലവിൽ ഒരു ആശ്വാസമാകും ഈ കേന്ദ്ര സർക്കാരിൻ്റെ ധനമെന്ന് വേണം നമുക്ക്, സഹായധനമെന്ന് വേണം നമുക്ക് വിലയിരുത്താൻ. അതെ, സംസ്ഥാന സർക്കാരിന് കടമെടുക്കാനാണ് ഇപ്പോൾ കേന്ദ്രം അനുമതി നൽകിയിരിക്കുന്നത്. 18,253 കോടിക്കാണ് അനുമതി നൽകിയിരിക്കുന്നത്. നേരത്തെ നൽകിയ 3,000 കോടിക്ക് പുറമെയാണ് ഇത്. വിശദാംശങ്ങളാണ് തിരുവനന്തപുരത്ത് നിന്നും പ്രശാന്ത് ശങ്കരമംഗലത്ത് നൽകിയത്.